ചില വീടുകളിൽ ഇവിടെ ചെന്നാലും കുട്ടികൾ എന്നെ കാണും ഉമ്മൻചാണ്ടി എന്നാണ് പറയണേ. ആ ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസ് തന്നെയാണ് ജീവിതത്തിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് അത് മരിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഫിസിക്കലി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനായിട്ട് കേട്ടോ ഇത്രയും സ്നേഹം കിട്ടുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കൊരു 4 കത്തുകൾ 4 പേരായിട്ട് കൊണ്ടുതരിക. 4 കത്തിൽ 3 കത്തും ഉമ്മൻചാണ്ടി MLAക്ക്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം മരിക്കണില്ല. പരമാവധി മെമ്മറീസ് കുറയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഉണങ്ങാത്തൊരു മുറിവായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാവിലെയും വൈകിട്ടും കല്ലറയിൽ പോവുമെങ്കിലും ഓർമ്മകൾ ഒരു ബുദ്ധിമുട്ടാണ്. ഹോസ്പിറ്റലിൽ കൊടുത്ത പല മരുന്നുകളും ഇന്ന് ഇന്ത്യ ബാൻഡാണ്. ഈ മരുന്നുകളുടെ സൈഡ് എഫക്റ്റും ചിലപ്പോൾ കണ്ടെന്നിരിക്കും. പല മരുന്ന് കൊടുത്തിട്ടും കുറയുന്നതായിട്ട് കണ്ടില്ല. എനിക്കറിയില്ല എന്താ കാരണം എന്നറിയാം, പക്ഷേ ഞാൻ അസ്യൂം ചെയ്യുകയാണ് രോഗം എന്നൊരു ഫീലിംഗ് കൊടുത്തിരുന്നില്ല. അവസാന ദിവസം വരെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ മരിച്ചു എന്ന് പറയുന്നവരെ ആ ദിവസം വരെ ഞാൻ ഹോപ്പ്ഫുള്ളായിരുന്നു. അദ്ദേഹം വലിയൊരു പാഠം പഠിപ്പിച്ചിട്ടാണ് പോകുന്നത്. കേരളം മുഴുവൻ കുടുംബാംഗങ്ങളാന്ന് പറഞ്ഞു തന്നിട്ട് അദ്ദേഹം പോവുകയാണ്. എന്തുമാത്രം സ്നേഹമാണ് ആൾക്കാർ തന്നത്. ഇന്ന് ഞാൻ ആ കല്ലറയിൽ പോയപ്പോൾ കുറച്ച് പേരവിടെ ഉണ്ട്. ആളുകളുടെ നിരന്തരമായ ഈ ഒരു ആഗമനം അല്ലെങ്കിൽ വരവ് മനസ്സിൻ്റെ ഭാരത്തെ കുറയ്ക്കുന്ന ഒരു കാര്യം തന്നെ. നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് കൂടുതൽ ഒരു മരണശേഷം നമ്മൾ തളരുന്നത്. തളരാനൊരു അവസരം കേരളത്തിലെ ജനങ്ങൾ എനിക്ക് തന്നിട്ടില്ല. ഇപ്പോൾ ഓഫീസുള്ള എത്ര MLAമാരുണ്ട്, മന്ത്രിമാരുണ്ട്, ജോലി നടക്കുന്നുണ്ടെന്നല്ലേ ചോദ്യം. ക്വാളിറ്റിയും നെഗറ്റീവും രണ്ടും പറയേണ്ട മറ്റുള്ളവരാ. നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യം നമ്മൾ ആവുന്ന രീതിയിൽ ചെയ്യാം. അദ്ദേഹം കാണിച്ചു തന്നത് തന്നെ. അതല്ലാതെ അദ്ദേഹം എക്സ്ട്രാordinary ചെയ്തിട്ടില്ല. ജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. ഒരു മകനെ തോളിലേറ്റി ഓടിക്കൊണ്ടിരിക്കുന്ന കിലോമീറ്ററുകൾ ഓടുന്ന ഒരു അച്ഛൻ, അതേപോലെ തൊഴിലുകളോട് നിൽക്കുന്ന കുറേ ആളുകൾ, നാട് കാണാൻ വേണ്ടി ദൈവം നേരിട്ടിറങ്ങിയ ഒരു അനുഭവമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അദ്ദേഹം ശരിക്കും ഒരു വിശുദ്ധനായിരുന്നു. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെയുള്ള വിശിഷ്ട അതിഥിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല. കാരണം കേരള ജനതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ സാറാണ്. സർ, സ്വാഗതം. സർ, ഇന്ന് സാറിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇത് എത്തരത്തിലുള്ളൊരു ഇൻ്റർവ്യൂ ആയിരിക്കണമെന്ന്. കാരണം ബഹുമാനപ്പെട്ട പുതുപ്പള്ളിയിലെ MLAയുടെ ഇൻ്റർവ്യൂ ആയിരിക്കണോ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ സാറിൻ്റെ ഇൻ്റർവ്യൂ ആയിരിക്കണോ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു പാർട്ടിയുടെ ഒരു നേതാവ് എന്ന നിലയിലുള്ള ഇൻ്റർവ്യൂ ആയിരിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ശരിക്കും വേണ്ടത് മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ എന്നുള്ള രീതിയിലുള്ളൊരു ഇൻ്റർവ്യൂ എടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മുടെ ഉമ്മൻചാണ്ടി സാർ നെഞ്ചിലേറ്റ് വളർത്തിക്കൊണ്ട് വന്ന പുതുപ്പള്ളി, കുഞ്ഞുഞ്ഞിൻ്റെ സ്വന്തം പ്രിയപ്പെട്ട പുതുപ്പള്ളി. അപ്പോൾ ആ ഒരു പുതുപ്പള്ളി ഇപ്പോൾ സാറിൻ്റെ കയ്യിൽ ഭദ്രമാണോ? അതിപ്പം അദ്ദേഹം സൂക്ഷിച്ചു ഒരാൾക്കും സൂക്ഷിക്കാൻ പറ്റത്തില്ല. എന്നെ കൊണ്ട് ചെയ്യാമെന്ന് ഞാൻ ചെയ്യും. ശരി. ഇപ്പോൾ സാറ് മുൻപൊരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഞാനിങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് അതിലൊരു കുറേ കമൻറ്റുകളും കുറേ ആളുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പം അച്ഛനെ പോലെ ആവണം, അപ്പോൾ അച്ഛനെ പോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, അച്ഛനോളം വളരണം എന്നൊക്കെ. അപ്പോൾ സാറ് പറയുന്നുണ്ട്, കാരണം അങ്ങനെ ആവണമെങ്കിൽ ഈ ഭൂമി എനിക്ക് സ്വന്തമാവണം, ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് സ്വന്തമാവണം, അതേപോലെ തന്നെ ഇവരെൻ്റെ ഒരു സഹോദരങ്ങളെ പോലെയൊക്കെ ആവണമെന്ന്. ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞു, ജനങ്ങളിലേക്ക് ഇറങ്ങി അവരിൽ ഒരാളായിട്ട് മാറി സാറ്. അപ്പോൾ എത്രത്തോളം അവരുടെ സ്വന്തമായി കഴിഞ്ഞു, അല്ലെങ്കിൽ സാറിന് സ്വന്തമായി ആ ജനങ്ങൾ? എനിക്ക് എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായി വിജയിച്ചു എന്ന് ഞാൻ പറയത്തില്ല. കാരണം ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹം ജീവിച്ചതുപോലെ ജീവിക്കാൻ മറ്റാൾക്ക് സാധിക്കില്ല. അതിൻ്റെ പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതിക്കുള്ളിൽ നിന്ന് തന്നെ എന്നെ കാണാൻ വരുന്ന പരമാവധി ആൾക്കാരോട് നീതി ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. ചിലതൊക്കെ നടന്നിട്ടുമുണ്ട്. പക്ഷെ എല്ലാവരോടും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് MLA ആദ്യത്തെ തവണത്തെ MLA നിലയ്ക്കുകൊണ്ട് ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്രത്തോളം എത്താനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പരിമിതികൾക്കുള്ളിൽ നിന്ന് നമ്മൾ ചെയ്തു. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാറ്. അപ്പോൾ എനിക്കൊന്ന് പ്രായഭേദമന്യേ ജാതിഭേദമന്യൊക്കെ അവരെ സ്നേഹിച്ചിരുന്ന, രാഷ്ട്രീയം പോലും മറന്ന ആളുകൾ സ്നേഹിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി സാറ്. അപ്പോൾ ആ സ്നേഹം എനിക്ക് തോന്നുന്നു ഇപ്പം ചാണ്ടി ഉമ്മൻ സാറിന് കിട്ടുന്നുണ്ട്. സാറിന് അങ്ങനെ തോന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം എവിടെ ചെന്നാലും കുട്ടികൾക്കുള്ള സ്നേഹം, അതേപോലെ മുതിർന്നവർക്കുള്ള സ്നേഹം വളരെയധികം
അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇപ്പോഴും എനിക്കില്ല. ഇത്രയധികം സ്നേഹം കിട്ടേണ്ട ഒരു സാഹചര്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ അതെനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ എന്ന നിലയ്ക്ക് തന്നെ. അപ്പോൾ ഇന്നലെ ഏതൊരു പരിപാടിക്ക് പോയപ്പോഴും ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനായിട്ട് കേട്ടോ ഇത്രയും സ്നേഹം കിട്ടുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാണ്. ഓക്കെ, ഒരു 6 മാസത്തിനിടയ്ക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്നേഹം കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടോ, ഒരു ഉമ്മൻചാണ്ടി സാർ എന്ന ആളുടെ മകൻ എന്ന നിലയിൽ കിട്ടിയ ഒരു സ്നേഹം? അല്ല, ഞാൻ ഒരു സ്ഥലത്ത് ആറളത്ത് കണ്ണൂരിൻ്റെ ഒരു ബോർഡറായിട്ട് വരും. കണ്ണൂരിൻ്റെ അതിൻ്റെ ഒരു പാർട്ട്. അവിടെ ആദിവാസികളുടെ ഇടയിൽ ഞങ്ങളുടെ ഔട്ട്റീച്ച് സെൽ, ഞാൻ യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിൻ്റെ നാഷണൽ ചെയർമാനാണ്. അപ്പോൾ ഔട്ട്റീച്ച് സെല്ലിൻ്റെ പരിപാടിക്കായിട്ട് അവിടെ ചെല്ലുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഔട്ട്റീച്ച് സെല്ലിൻ്റെ പ്രവർത്തകരൊക്കെ ഉണ്ട്. എനിക്കൊരു 4 കത്തുകൾ 4 പേരായിട്ട് കൊണ്ടുതരിക. 4 കത്തിൽ 3 കത്തും ഉമ്മൻചാണ്ടി MLAയ്ക്കാണ്. അപ്പം അത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു, അദ്ദേഹം മരിക്കണില്ല. അത് ഒരു മകനെന്ന നിലയ്ക്ക് അഭിമാനത്തിൻ്റെ ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് അത് മരിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഫിസിക്കലി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അന്നും പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ മനഃശേഷം പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അത് ഏത് മതമായിക്കോട്ടെ അത് മരിക്കുന്നില്ല. അവർ ഈശ്വരൻ്റെയോടൊപ്പം തന്നെയാണ് എന്നുള്ളതാണ്. എന്നോടൊപ്പമുണ്ട്, ആ ഓർമ്മകൾ നിൽക്കുന്നു. മാത്രമല്ല കേരളത്തിലെ ഓരോ ജനങ്ങൾ അത് ഏറ്റു പറയുന്നു. ഞാനിവിടെ ഈ പള്ളിയിൽ പറഞ്ഞ കാര്യം, ഞാൻ തൊട്ടടുത്ത ഉദിക്കമല അമ്പലത്തിൽ പോയി. അവിടെ ഒരു പരിപാടിയുടെ ഉദ്ഘാടകൻ ഞാനായിരുന്നു. ആ പരിപാടി ചെന്നപ്പം അവിടുത്തെ തിരുമേനി, അന്ന് സത്രം നടന്ന തിരുമേനി, ആ അമ്പലത്തിൽ നടയിൽ നിന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി സാർ മരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിലാണ് ഇന്ന് എവിടെ ചില വീടുകളിൽ ഇവിടെ ചെന്നാലും കുട്ടികൾ എന്നെ കാണുമ്പോൾ ഉമ്മൻചാണ്ടി എന്നാണ് പറയണേ. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നതിനപ്പുറം ചില വീടുകൾ ഞാൻ തന്നെ ആവശ്യച്ചു, കുട്ടികൾ എങ്ങനെ ഉമ്മൻചാണ്ടി എന്ന് പറയും. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ കുറേ കേട്ടു, ഉമ്മൻചാണ്ടി എന്നാണ് അവരിപ്പോഴും പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിക്കണില്ല എന്നെ സംബന്ധിച്ച്. സാർ ആ ഒരു പ്രിവിലേജ് എത്രത്തോളം ഏറ്റെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കൊണ്ട് നടക്കുന്നുണ്ട്? ഒരു ഇങ്ങനെ ഉമ്മൻചാണ്ടി ആണ് അല്ലെങ്കിൽ ആ ഒരു പേരിൽ തന്നെ അറിയുമ്പോഴത്തേക്കും? അല്ല, പ്രിവിലേജ് ചെറിയ പ്രിവിലേജ് അല്ല, വലിയ പ്രിവിലേജാണ്. അത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതി നമ്മൾ മാനേജ് ചെയ്യുന്നു എന്ന് മാത്രമേ. ഇപ്പൊ കത്തുകൾ വന്നു എന്ന് പറഞ്ഞു. ആക്ച്വലി അത് എവിടെ നിന്നുള്ളൊരു കത്തായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ണൂർ ആറളം എന്ന് പറഞ്ഞ ഫാമ. അവിടുത്തെ ആദിവാസികളുടെയൊക്കെ സമരത്തിൽ അദ്ദേഹം ഇടപെടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ പയ്യാവൂര് സമരം, അദ്ദേഹം നിരാഹാര സമരം, കണ്ണൂരൊക്കെ ഒത്തിരി ബന്ധമുണ്ട് അദ്ദേഹത്തിന്. കണ്ണൂർ ആ സമരത്തിലൊക്കെ അദ്ദേഹം പാർട്ടായിരുന്നു. അപ്പം കണ്ണൂർ ജനങ്ങൾക്കും അദ്ദേഹം പ്രിയപ്പെട്ട വ്യക്തിയാണ്. പ്രിയപ്പെട്ട വ്യക്തി എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ച് മരിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ കത്തിൻ്റെ തെളിവായിട്ട് ഞാൻ പറയാം. സാറിന് ഒരു ഇത്രയും നാളത്തെ ഒരു ജീവിതത്തിനിടയിൽ ഏതൊരു സമയത്താണ് എൻ്റെ ഒരു വഴി രാഷ്ട്രീയമാണ് എന്ന് തോന്നി തുടങ്ങുന്നത്? കാരണം പഠിച്ചത് LLB ആണ്, അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ അതുകൊണ്ട് ക്ലിയർ ആയിരുന്നു എന്തായാലും പൊളിറ്റിക്സ് എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചിരുന്ന കാര്യമാണ്. ഒന്ന് രാജീവ് ഗാന്ധിയാണ് ഇൻഫ്ലുവൻസ്, 2 എൻ്റെ പിതാവ് തന്നെയാണ്. ഓക്കെ, എൻ്റെ ഒരു അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു. കാരണം അച്ഛന് ശേഷം ആരെങ്കിലും രാഷ്ട്രീയത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആരായിരിക്കും? രാജീവ് ഗാന്ധി തന്നെയാണ്, യാതൊരു സംശയമില്ല. അതെന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ എന്തെങ്കിലും ശരിക്കും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിനെയും മാതാവിനെക്കാട്ടി എനിക്ക് ഇഷ്ടം ലോകത്തിലുണ്ടായിരുന്ന ഒരാൾ അത് രാജീവ് ഗാന്ധിയാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കൽ മാത്രമേ കാണാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളൂ. അദ്ദേഹം നമ്മളെ വിട്ട് പോവുകയും ചെയ്തു. അപ്പം അത് എന്നെപ്പോലെ ഇതേപോലെ ഷോക്കായിരുന്നു എന്നെ സംബന്ധിച്ച്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് ഷോക്കുകളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ മരണം. അപ്പം അദ്ദേഹത്തെ ഞാൻ നമുക്ക് ഉള്ളൊരു എന്താ പറയുക കമ്മിറ്റ്മെൻറ്റ് എന്നും നിലനിൽക്കും. നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതെ, എൻ്റെ ഫാദർ തോളിൽ വെച്ചു. എൻ്റെ ചെറുപ്പത്തിലായത്. ചെറുപ്പത്തിൽ വെച്ചാൽ രാജീവ് ഗാന്ധി അവസാനമായി ട്രിവാൻഡ്രത്ത് വരിക. ആ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ എൻ്റെ റിലേറ്റീവ് ഒരു ആൻറ്റി എനിക്കൊരു ബൊക്കെ, എവർഗ്രീൻ്റെ ഒരു ബൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ ഈ എയർപോർട്ടിലോട്ട് പോവാം. പക്ഷെ അന്ന് എയർപോർട്ട് എന്ന് പറയുമ്പം ആൾക്കാർ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുക. അപ്പം രാജീവ് ഗാന്ധിക്ക് അത്രയും പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പം ഈ രാജീവ് ഗാന്ധിയുടെ കാണാൻ ആളിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അദ്ദേഹം എന്നെ തോളി വെച്ചിട്ട് ഞാനത് ഈ ബൊക്കെ രാജീവ് ഗാന്ധിക്ക് കൊടുത്തു. ഒരു സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഈ ബൊക്കെ അദ്ദേഹം മേടിക്കുന്നു, എനിക്കൊരു ഷോള് തിരിച്ചു തരുന്നു. എൻ്റെ ബൊക്കെ വേറെ പെൺകുട്ടിക്ക് കൊടുക്കുന്നു. അതാണ് എൻ്റെ മെമ്മറിയിലുള്ള രാജീവ് ഗാന്ധി. പക്ഷേ
ആ ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസ് തന്നെയാണ് ജീവിതത്തിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഇതിന് മുമ്പുള്ളൊരു ലൈഫ് തികച്ചും തിരക്കേറിയത് തന്നെ ആയിരുന്നു. എങ്കിൽ പോലും ഈ ഒരു MLA സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം എത്രത്തോളം മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ? അല്ല, എഫക്റ്റ് വളരെ എന്താ പറയുക, വളരെയധികം തിരക്കിലേക്ക് വന്നിരിക്കുക. ഞാനിപ്പം ഒന്ന് കുറച്ച് വെച്ചിരിക്കുക, കാരണം ഭാരത് ജോഡോ യാത്രയ്ക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അസംബ്ലി വന്നത്, അങ്ങനെ കാര്യങ്ങൾ. അപ്പം ഭാരത് ജോഡോ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പല പരിപാടികളും ഞാൻ പിടിക്കാതെ വെച്ചിരിക്കുക. പിന്നെ അസംബ്ലി കൂടെ ഉണ്ട്, അതിൻ്റെതായ ഒരു ഫ്രീ ടൈം കുറച്ച് ശകലം കിട്ടുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ഞാനിന്നും ഭക്ഷണം കഴിക്കാതിരിക്കുക നിങ്ങളുടെ ഇൻ്റർവ്യൂ ആകുമ്പം. അപ്പോൾ അത്രയ്ക്ക് ഷെഡ്യൂള് എങ്ങനെ വന്നാലും ടൈറ്റ് ആവും. കാരണം എവിടെയെങ്കിലും മരണം കാണും, അല്ലെങ്കിൽ കല്യാണം കാണും, നമുക്ക് പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ യാത്ര ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയാണ് ഷെഡ്യൂൾ. ഇപ്പോൾ ആളുകളൊക്കെ ചെല്ലുമ്പോഴത്തേന് കുറേ കാര്യങ്ങൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകളൊക്കെ സാറിനോട് പങ്കുവെക്കാറുണ്ടായിരിക്കും. ഇപ്പോൾ സാറിനെ കാണുമ്പോഴും എന്തെങ്കിലുമൊക്കെ പറയും, അച്ഛനുമായിട്ട് ഒരു സാമ്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയായിരുന്നു അച്ഛനോ എന്ന് പറയാറുണ്ടായിരിക്കും. അപ്പം അങ്ങനെ കൂടുതലും കേൾക്കുന്ന ഒരു കാര്യം എന്താണ്? അല്ല, ചിലപ്പോൾ നടക്കുന്നത് അതേപോലെയാണെന്ന് പറയാറുണ്ട്, ചില കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഞാൻ പരമാവധി മെമ്മറീസ് കുറയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ഉണങ്ങാത്തൊരു മുറിവായിട്ട് നിൽക്കും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ രാവിലെയും വൈകിട്ടും കല്ലറയിൽ പോകുമെങ്കിലും ഓർമ്മകൾ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഓർക്കുവാണെങ്കിൽ എനിക്ക് 2016 ആ ഒരു കാലഘട്ടത്തിലായിരുന്നു സാറിന് ഇതൊരു രോഗബാധിതനാവുന്നത്. പിന്നെ ഒരു 3-4 വർഷക്കാലം അതിങ്ങനെ കുറഞ്ഞും കൂടിയും ഒക്കെ ഉണ്ടായിരുന്നു. 2019 ഒക്കെ ആയപ്പോഴത്തേക്കാണ് ശരിക്കും ഒരു ബുദ്ധിമുട്ടായത്. അല്ല, അത് 15 വന്നു പോയി, 19 വന്ന് 19 പോയിരുന്നു. പക്ഷെ റെപ്പിറ്റീഷൻ വന്നത് നിങ്ങൾക്കറിയാം, ഈ കൊറോണ അദ്ദേഹത്തിന് വന്നല്ലോ. കൊറോണ അദ്ദേഹം വന്ന് അത് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അന്ന് ഹോസ്പിറ്റലിൽ കൊടുത്ത പല മരുന്നുകളും ഇന്ന് ഇന്ത്യ ബാൻഡാണ്. അപ്പം ഈ മരുന്നുകളുടെ സൈഡ് എഫക്റ്റും ചിലപ്പോൾ കണ്ടെന്നിരിക്കും. അങ്ങനെ സാർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എനിക്കറിയത്തില്ല. ഈ പ്രാവശ്യത്തെ ഒരു പല മരുന്ന് കൊടുത്തിട്ടും കുറയുന്നതായിട്ട് കണ്ടില്ല. കഴിഞ്ഞ 2 പ്രാവശ്യം കൊടുത്തപ്പോഴും മെഡിസിൻസ് എഫക്റ്റ് ചെയ്തിരുന്നു. ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല, അതിനൊരു ഇത് കണ്ടില്ല. എനിക്കറിയില്ല എന്താ കാരണം എന്നറിയാം. പക്ഷെ ഞാൻ അസ്യൂം ചെയ്യുകയാണ് പല മെഡിസിൻസും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ സാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാറിൻ്റെ ഒരു വാക്കുകൾ കേൾക്കുന്നത്. ഇപ്പം ആ ഒരു സമയത്ത് എന്താണ് പറയുന്നത്, ഇപ്പം എല്ലാ പ്രതിസന്ധികളെയും ഒറ്റയ്ക്ക് നേരിട്ടൊരു വലിയ മനുഷ്യനാണ് ഉമ്മൻചാണ്ടി സാർ. അപ്പോൾ ആ ഒരു രോഗകാലഘട്ടത്തിലും സാർ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഒരു 7-8 വർഷം അതിനോട് ഫൈറ്റ് ചെയ്ത് തന്നെ നിന്നു. സത്യം. പക്ഷേ അങ്ങനെ ഒരു രോഗം എന്നൊരു ഫീലിംഗ് കൊടുത്തിരുന്നില്ല. അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല, ഞങ്ങൾക്കും ഉണ്ടായിരുന്നില്ല. ഈ അവസാനത്തെ ഒരു കുറച്ച് നാളാണ് ആ ഒരു രോഗം എന്നുള്ളൊരു ഫീലിംഗ് വന്നിരുന്നത്. 2 പ്രാവശ്യം ഇതിനെ മറികടന്നുകൊണ്ട് 3-ാമത്തെ പ്രാവശ്യം മറികടക്കും എന്നുള്ളതാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഒരു സമയം വന്നപ്പോഴത്തേക്കിന് സാറിന് തന്നെ മനസ്സിലായി തുടങ്ങി, ഒരു മരണം ഉറപ്പായുള്ളൊരു നിമിഷങ്ങളൊക്കെ സാറിന് തോന്നി തുടങ്ങി. കാരണം ഇതൊന്നും ചികിത്സയൊന്നും വേണ്ട പോലെ ശരിയാവുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് ഒരു മകൻ എന്ന രീതിയിൽ അതെങ്ങനെയാണ്? അവസാന ദിവസം വരെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ അവസാന ദിവസം വരെ പ്രതീക്ഷിച്ചു. ഞാൻ റിക്കവറി എങ്ങനെയെങ്കിലും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. അപ്പം അതിൻ്റെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിരുന്നു. അപ്പം മരിക്കുന്നതിൻ്റെ തലേ ദിവസം മാത്രമാണ്, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലായപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പോലും ഞാൻ പ്രതീക്ഷ വെച്ചിരുന്നു. അദ്ദേഹം പലതവണ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ മരിച്ചു എന്ന് പറയുന്നവരെ ആ ദിവസം വരെ ഞാൻ ഹോപ്പ്ഫുള്ളായിരുന്നു. കാരണം അദ്ദേഹം വളരെ ആക്റ്റീവായിരുന്നു. ആക്റ്റീവ് വെച്ചാൽ അദ്ദേഹം മൂവ്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ത്രോട്ടിനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതേസമയം ബാക്കി ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ഒക്കെ ആ സമയത്ത് എന്താണ് സാർ പറഞ്ഞുകൊണ്ടിരുന്നത്? കാരണം ഓരോരുത്തരും അവരുടെ വ്യൂ പോയിന്റ് ഉണ്ട്, അവർക്കതായ കാര്യങ്ങൾ പറഞ്ഞു. ഒരു രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അറിയാം, ആ സമയത്ത് നമ്മൾക്ക് പേഴ്സണലി ഭയങ്കര ഇറിറ്റേഷൻ വരും. പ്രത്യേകിച്ച് വാർദ്ധക്യമൊക്കെ ആകുമ്പോഴത്തേക്കിന് ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം സാറിനുണ്ടായിരുന്നു? കാരണം രോഗം കൂടിയ സമയത്തൊക്കെ ഭയങ്കര ഇറിറ്റേഷനോ അങ്ങനെ ഒരു റെസ്റ്റ്ലെസ് എന്ന് പുള്ളി ഈ ജീവിതകാലം മൊത്തം ആളുകളുടെ ഇടയിൽ ജീവിച്ചാണല്ലേ. അപ്പോൾ ആളുകളില്ലാതിരിക്കുന്ന ഇപ്പം മീൻ വെള്ളത്തിൻ്റെ പുറത്തിറങ്ങുമ്പോൾ പോലുള്ള ഇത് കാണും. പക്ഷെ എങ്കിലും ഹി വാസ് ക്വയറ്റ് ഗുഡ്, എന്താ പറയുക, അതിനെല്ലാം അഡാപ്റ്റ് ചെയ്തു, ഒക്കെ മാനേജ് ചെയ്തു. വിഷമത്തിലായിരുന്നപ്പോഴും ജീവിതകാലം ഒരിക്കലും വിഷമം കാണിക്കാത്ത ഒരാളാണ്.
അദ്ദേഹം വളരെ വളരെ ബ്രേവായിട്ടാണ് ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കൂടെ വേണ്ടുന്ന ഒരാൾ സാർ തന്നെയായിരിക്കും ഒരു മകൻ എന്ന രീതിയിൽ. അന്ന് സാറിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ കാണും. അപ്പോൾ ആ ഒരു നിമിഷങ്ങളൊക്കെ സാർ എങ്ങനെയാണ് ഓർക്കുന്നത്? ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിലും ഇവിടെ വീട്ടിലാണെങ്കിലും സാറിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കും. നമുക്കിപ്പം ഒരു പേഷ്യൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇപ്പം ശരിയാവും, ഇപ്പം മാറും, പ്രശ്നങ്ങൾ തീരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനകത്തിരുന്ന് ചെയ്യാവുന്ന പരമാവധി നമ്മൾ ദൂരത്തും അടുത്തിരുന്നൊക്കെ ചെയ്തു. പിന്നെ ദൈവനിശ്ചയം. ഇപ്പോൾ ഒരു മാതാപിതാക്കളുടെ വേർപാടെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ഉള്ളിൽ നമ്മളൊരു കുട്ടിയായി മാറുകയാണ് ആ സമയത്ത് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ എത്ര വലിയ ആളുകളാണെങ്കിലും 5 വയസ്സാവട്ടെ 10 വയസ്സാവട്ടെ 40 വയസ്സാവട്ടെ നമ്മൾ കുഞ്ഞായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ സാർ ഇപ്പോൾ പറഞ്ഞു അവസാന നിമിഷം വരെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളത്. പക്ഷേ ആ ഒരു പ്രതീക്ഷ പോയൊരു നിമിഷം ഉണ്ടല്ലോ, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത്. ആ ഒരു നിമിഷം എങ്ങനെയായിരുന്നു ശരിക്കും സാർ അതിജീവിച്ചത്? അല്ല, എനിക്ക് അടിയുറച്ച ഈശ്വരവിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൻ്റെ കാരണം. അപ്പം ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ പിന്നെക്കുറിച്ച് ഖേദിക്കേണ്ട കാര്യമില്ല. അപ്പം ദൈവമാണ് ഓരോ മനുഷ്യനെയും നടത്തുന്നത്. ആ ദൈവത്തെ പലരും പല രീതിയിൽ തിരിച്ചറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ദൈവം ഓരോ മനുഷ്യനെയും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം തീരുമാനിക്കും ആരൊക്കെയാണ് ഈ ഭൂമിയിൽ ഉണ്ടാവേണ്ടത്, ആരൊക്കെയാണ് ജീവൻ നയിക്കേണ്ടത്, ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് ഏറ്റവും വലിയ ആശ്വാസം. അപ്പം ഇതിനെക്കാട്ടി നല്ലൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് ആശ്വസിക്കുകയേ വഴിയുള്ളൂ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ജൂലൈ 18 അന്നേ ദിവസം എനിക്ക് തോന്നുന്നു കേരള ജനതയ്ക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ നമ്മളിങ്ങനെ ഒരു യാത്ര പോലെ വിലാപയാത്ര പോയപ്പോഴത്തേക്കിനും സാർ ആ ആംബുലൻസിനകത്തിരുന്ന് കൈകളോട് കൂപ്പിയിരുന്നൊരു നിമിഷം. ആ ഒരു സമയത്തൊക്കെ നമ്മൾ ടി വിയിൽ കൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഒരു മകനെ തോളിലേറ്റി ഓടിക്കൊണ്ടിരിക്കുന്ന കിലോമീറ്ററുകൾ ഓടുന്ന ഒരു അച്ഛൻ, അതേപോലെ തൊഴിലുകളോട് നിൽക്കുന്ന കുറേ ആളുകൾ, അതുപോലെ കുഞ്ഞുങ്ങൾ, ഒരുപാട് ആളുകൾ ഇങ്ങനെ എന്താ പറയുക, നാട് കാണാൻ വേണ്ടി ദൈവം നേരിട്ടിറങ്ങിയ ഒരു അനുഭവമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. ഈ കേരളക്കരെ കണ്ട ഏറ്റവും വലിയൊരു എന്നെനിക്കത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ആ കൈകൾ കൂപ്പി നിന്നപ്പോൾ സാറിനുണ്ടായിരുന്നൊരു വികാരം എന്താണ് ശരിക്കും? അല്ല, അദ്ദേഹം ഇത് തന്നെ ചെയ്തേനെ. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഓരോരുത്തരെയും അദ്ദേഹം തൻ്റെ മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി ഞാനത് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹം വലിയൊരു പാഠം പഠിപ്പിച്ചിട്ടാണ് പോകുന്നത്. ഈ കേരളം മുഴുവൻ കുടുംബാംഗങ്ങളാന്ന് പറഞ്ഞു തന്നിട്ട് അദ്ദേഹം പോവുകയാണ്. അപ്പം ഞാൻ അത് ചെയ്തു എന്ന് മാത്രമേ. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു സ്വിഗ്ഗിയുടെയോ സൊമാറ്റോയുടെയോ ഒരു ഡെലിവറി ബോയ്, അദ്ദേഹം അങ്ങ് നടക്കുകയാണ്. അദ്ദേഹം കേശവാസരത്ത് നടന്നു, പട്ടത്ത് വന്നു, കേശവാസരത്തിൽ നിന്ന് തുടങ്ങി പിന്നെ കൊറോണ അല്ല മറ്റേ ഇവാനിസ് കോളേജിൻ്റെ അടുത്ത് അദ്ദേഹം അങ്ങ് നടക്കുകയാണ്. എത്ര ദൂരം നടന്നു എനിക്ക് ഓർമ്മ. ഞാൻ 2-3 പ്രാവശ്യം ഒരാളെ വിട്ട് പറഞ്ഞു കാണിക്കണേ കാണാം, അകത്ത് കാണും, കയറുന്നില്ല. എത്രയോ കിലോമീറ്ററുകൾ ഈ ബസ്സിനോടൊപ്പം അദ്ദേഹം നടക്കുക. അപ്പം അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളും അഡ്ജസ്റ്റ് ആവും. കാരണം അതാണ് അദ്ദേഹം കാണിച്ചു തരുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും വർഷം കൂടെ ഉണ്ടായിട്ട് ഒരു അപ്പൻ മകൻ എന്നൊരു ബന്ധത്തിനപ്പുറത്തേക്ക് ഒരു തിരിച്ചറിവ് ആ ഒരു സമയത്ത് സാറിന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു വലിയ മനുഷ്യന് ചിലപ്പോൾ ആ തിരിച്ചറിഞ്ഞത് ആ ഒരു യാത്രയിലായിരിക്കും ഇത്രത്തോളം ജനങ്ങൾ സ്വീകരിച്ചുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു തിരിച്ചറിവ് ആ ഒരു മൊമെന്റിൽ ഉണ്ടായിട്ടുണ്ടോ സാർ? അതെ, എൻ്റെ മനസ്സിൽ അത് എപ്പോഴും നല്ലൊരു വ്യക്തി ആയിട്ട് ഞാൻ കണക്കാക്കി. എൻ്റെ കൂടത്തി ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 4 മണി 5 മണി അത് അടുത്ത ദിവസമാണെന്ന് തോന്നുന്നു ഈ കോട്ടയത്തെ ഇതിന് ശേഷം പോയപ്പോൾ ഞാൻ എൻ്റെ കൂടത്തി ഉണ്ടായിരുന്ന ശ്രീ ടി സിദ്ദിഖിനോട് പറഞ്ഞു അദ്ദേഹം ശരിക്കും ഒരു വിശുദ്ധനായിരുന്നു എന്നായിരുന്നു. എനിക്കങ്ങനെ തോന്നി. അതാണ് ഞാൻ പിന്നീട് പറയുകയും ചെയ്തത്. സർ, ഇത്രയധികം എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ഏറ്റവും അധികം മാനസിക സംഘർഷങ്ങളിലൂടെ പോകുന്ന ഒരു അവസ്ഥയിലാണ് സാറും സാറിൻ്റെ കുടുംബവും. കാരണം ഒരു മകനെന്ന നിലയിൽ അച്ഛൻ്റെ വേർപാട്. പക്ഷെ ആ സമയത്ത് പോലും മറു സൈഡിൽ നിന്ന് കേൾക്കേണ്ടി വന്നത് അത്രത്തോളം വലിയ കാര്യങ്ങളാണ്. ഇപ്പം മകനെന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്തില്ല, വേണ്ട ചികിത്സ കൊടുത്തില്ല,
അപ്പോൾ വേണ്ട വിധത്തിൽ നോക്കിയില്ലെന്നൊക്കെ. സത്യത്തിൽ അത് കേട്ടപ്പോഴൊക്കെ സാർ എങ്ങനെയാണ് അതിനെ നേരിട്ടത്? ഞാൻ പറഞ്ഞു, ഞാൻ അടിയുറച്ച ഈശ്വരവിശ്വാസി. അതിനകത്ത് എല്ലാ എക്സ്പീരിയൻസും എൻ്റെ ലൈഫിൻ്റെ ഭാഗമാണ്. ഞാൻ ഇതിനു മുമ്പ് ഈ ആക്ഷേപം വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഇതെൻ്റെ അയ്യപ്പ അനുഭവമാണെന്ന് പറഞ്ഞു. കാരണം അയ്യപ്പന് ഇതേപോലെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേരൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു അലിഗേഷൻ. അപ്പം ഞാൻ അങ്ങനെ കരുതുന്ന വ്യക്തി, അത് എൻ്റെ ഒരു സ്പെഷ്യൽ അനുഭവമായിട്ട് ഞാൻ എടുത്ത് ദൈവം തന്നിരിക്കുന്ന ഒരു സമ്മാനമായിട്ട് എടുത്തിരിക്കും. ഇങ്ങനത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേന് വീട്ടിൽ നിന്നുള്ളൊരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അമ്മ അവരെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനനുസരിച്ച് തന്നെ നമ്മളെല്ലാം ഒരുമിച്ചിരിക്കുകയല്ലേ. ഇപ്പോൾ ഒരു വീട്ടിലെ പ്രശ്നം പബ്ലിക് അല്ലല്ലോ, പബ്ലിക് മാറ്റർ അല്ലല്ലോ. അദ്ദേഹം പബ്ലിക് വ്യക്തി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അദ്ദേഹവും ഉൾപ്പെട്ട് നമ്മളെല്ലാം ചേർന്നെടുത്ത തീരുമാനങ്ങളാണല്ലോ. അദ്ദേഹം എടുത്ത തീരുമാനമാണല്ലോ. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എടുത്ത തീരുമാനം എന്താ? അദ്ദേഹത്തിന് ഈ അസുഖമാണെന്നൊരു സംശയം വന്നപ്പോൾ പോലും അദ്ദേഹം എടുത്ത തീരുമാനം ഈ മരുന്ന് കഴിക്കാൻ. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ വളരെ ക്ലിയർ മൈൻഡും സൗണ്ട് മൈൻഡും ആയിട്ടുള്ള അദ്ദേഹം ഈ തീരുമാനം എടുത്തു. 19 അതേ തീരുമാനം അദ്ദേഹം എടുത്തു. പക്ഷേ പലരും പല കാര്യങ്ങളും ഇതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും അദ്ദേഹത്തിന് അതിൻ്റെ വിഷമമുണ്ട്, ഇല്ല ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിനെയൊക്കെ പിടിച്ചു. ഞാൻ അതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ ശ്രമിച്ചു. ഇപ്പം ഏറ്റവും കൂടുതൽ പറയേണ്ടത് സാറിന് അമ്മയുടെ കാര്യമായിരിക്കും. കാരണം സാർ ഉമ്മൻചാണ്ടി സാറിനോട് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വേർപാട് സഹിക്കാൻ പറ്റാത്തൊരു ആ ഒരു സമയത്ത് സാറ് അത്രത്തോളം കൂടെ നിൽക്കണമായിരുന്നു. അപ്പോൾ അമ്മ എന്താണ് ഇതിന് ശേഷം ആ ഒരു അവസ്ഥ? അല്ല, അമ്മ ഞാൻ വീണ്ടും അമ്മയ്ക്കും ആ പാടെ ഒരു വിഷമമായിരുന്നു. എന്ന് വെച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഒന്നും ധൈര്യപ്പെടുന്നുണ്ട്, ദൈവം നമ്മുടെ അടുത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. അപ്പം അത് അമ്മയും അതേപോലെ ഭയങ്കര ഈശ്വരവിശ്വാസിയുണ്ട്, അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മരണശേഷം എന്തുമാത്രം സ്നേഹമാണ് ആൾക്കാർ തന്നിരിക്കുന്നത്. ഇന്നും ഞാൻ ആ കല്ലറയിൽ പോയപ്പം കുറച്ച് പേരവിടെ ഉണ്ട്. അപ്പം ആളുകളുടെ നിരന്തരമായ ഈ ഒരു ആഗമനം അല്ലെങ്കിൽ വരവ് മനസ്സിൻ്റെ ഭാരത്തെ കുറയ്ക്കുന്ന ഒരു കാര്യം തന്നെ. നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് കൂടുതൽ ഒരു മരണശേഷം നമ്മൾ തളരുന്നത്. പക്ഷെ തളരാനൊരു അവസരം കേരളത്തിലെ ജനങ്ങൾ എനിക്ക് തന്നിട്ടില്ല. ആദ്യം ആളുകളിങ്ങനെ വന്നുകൊണ്ടിരുന്നു, പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു, പിന്നെ ഇലക്ഷൻ്റെ തിരക്കുകളായി, അത് കഴിഞ്ഞ് MLA ആയി, MLA-യുടെ തിരക്കുകളായി. അതുകൊണ്ട് ആളുകൾ നിരന്തരം വരികയും ആളുകളുടെ സ്നേഹവും ഇന്നിപ്പോൾ 6-7 മാസത്തിലേക്ക് കിടക്കുക. 7 മാസം കിടക്കുമ്പോൾ പോലും ആളുകൾ നിരന്തരം വരുമ്പം അത് നമുക്ക് വരുന്ന പിന്തുണ ചെറുതല്ല. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ വിഷമിച്ച് ഇങ്ങനെ നിന്നപ്പം എൻ്റെ അടുത്തൊരു ആൻറ്റി വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോക്ക് ഞാൻ സാറിനോട് പ്രാർത്ഥിച്ചിട്ടൊരു പ്രത്യേക അനുഭവം ഉണ്ടായി. അപ്പം എൻ്റെ മനസ്സൊന്ന് ശാന്തമായി. അവരുടെ ഉള്ളിൽ ഇപ്പോഴും ജീവിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അപ്പം മരിക്കുന്നില്ല. അതാണ് യഥാർത്ഥ ശക്തി. കൂടുതൽ സ്പെസിഫിക്കലി ഇല്ലാന്നേ ഉള്ളൂ. എന്നെ പലതവണ ഡയറക്റ്റ് ചെയ്യുന്ന ഫീലിംഗ് എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് മരിക്കുന്നില്ല. ഇപ്പോൾ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഉമ്മൻചാണ്ടി സാറും വളരെയധികം ദൈവവിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. ഇപ്പം മാതാപിതാക്കളിൽ നിന്ന് നമ്മൾക്ക് അവർ പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ നമ്മൾ കണ്ടുപഠിക്കുന്നതും അവരുടെ ജീവിതത്തിൽ നിന്ന് പ്രാവർത്തികമാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സാറിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള കാര്യം എന്തായിരിക്കും? അല്ലാതെ ദൈവവിശ്വാസം തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. പക്ഷെ എൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ ഡെഫിനേഷനിൽ ആ വിശ്വാസത്തിൽ എൻ്റെ സഹോദരൻ്റെ വിശ്വാസം കൂടെയുണ്ട്. എൻ്റെ സഹോദരൻ്റെ വിശ്വാസം മാനിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ സഹോദരൻ്റെ വഴിയും ശരിയാണെന്ന് മാനിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്തോടുള്ള സ്നേഹവും ആ ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഇത് രണ്ടും കംപ്ലീറ്റ് ആണ് ആ കാര്യം. സാറിൻ്റെ ഒരു ജീവിതത്തിൽ സാറിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് ആരായിരിക്കും? അച്ഛനാണോ അമ്മയായിരിക്കും? അമ്മ തന്നെയാണല്ലേ. എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും വിമർശിച്ചത്? എല്ലാ കാര്യങ്ങളും വിമർശിക്കുമല്ലോ. അപ്പം പിന്നെ ഒന്നും പറയുകയില്ല. അദ്ദേഹം വളരെ സബ്റ്റിലായിട്ടേ നമുക്ക് പറഞ്ഞു തരുന്നു. അമ്മ പിന്നെ അങ്ങനെ ഒന്നുമില്ല. അമ്മയെല്ലാം പറഞ്ഞ് നമ്മളെ ഡയറക്റ്റ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും. കാരണം വളർത്തുന്ന അമ്മയാണ്, അപ്പൊ കാണാനില്ലല്ലോ. അതെ, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് സാറിന്റെ 2-3 വയസ്സിലാണ് അച്ഛനെ ആദ്യമായിട്ട് കാണുന്നത് എന്നുള്ളത്. അതിനുശേഷം കാരണം അത്രത്തോളം തിരക്കായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു എപ്പോഴാണ് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്ത് ഏതൊരു മൊമെന്റിലാണ് തോന്നിയിട്ടുള്ളത് എൻ്റെ അച്ഛൻ ഇത്രത്തോളം തിരക്കുള്ള ഒരാളാണ് എന്ന്? അങ്ങനെ ഒരിക്കലും തോന്നിയിരുന്നില്ല, കാരണം കാണാനേ ഇല്ല. പക്ഷെ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു വിഷമം നമുക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ
അവസാന കാലഘട്ടങ്ങളിലായിരിക്കും നമുക്കൊരു തോന്നല് അദ്ദേഹം കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സാർ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ വീട്ടിൽ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി ആരായിരിക്കും? അമ്മയും അപ്പയും തന്നെ ആയിരിക്കാം. പക്ഷെ അപ്പ ഒരിക്കലും കാര്യങ്ങൾ പറയില്ല, അതേമായിരിക്കാം ചിലപ്പോൾ. നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് പോവാന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്. ഞങ്ങൾ 3 പേരടുത്തും അങ്ങനെയായിരുന്നു. അപ്പം അദ്ദേഹം പറയത്തില്ല ഒന്നും. വലുതായ രീതിയിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അവരെ വിട്ടു, എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ വിട്ടു, അതനുസരിച്ച് പോകുന്നു. ഒന്നും പറയാറില്ല, അപ്പം നമുക്കറിയില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു അധികം പിടി തരാത്ത ഒരാളായിരുന്നു. വളരെ 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 ഗസ്റ്റേഴ്സിലൂടെ ആളെ മനസ്സിലാക്കാൻ പറ്റും, ഒന്നും പറയുകയില്ല. സാർ തന്നെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആളുകളുടെ ഒന്നും വാങ്ങിക്കാൻ പാടില്ല, ഗിഫ്റ്റുകളൊന്നും വാങ്ങിക്കാൻ പാടില്ല, അത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്ത ഒരു നോട്ടത്തിൽ എനിക്കത് മനസ്സിലാവുന്നുള്ളത്. അപ്പോൾ സാറിന് പറഞ്ഞ ജസ്റ്റേഴ്സിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. ചെറുപ്പത്തിൽ അത് ഇപ്പോൾ എപ്പോഴെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു മകനെന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ അമ്മമാർക്ക് ഇഷ്ടമുള്ളത് ആൺമക്കളെ തന്നെയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും സാറിൻ്റെ അമ്മ ഇതുപോലെ ഉമ്മൻചാണ്ടി സാറിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവനെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കയറ്റണം, അല്ലെങ്കിൽ അവനൊരു ഭാവി അവിടെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ? അതൊരു അമ്മയുടെ സ്നേഹവും വാത്സല്യവുമാണ്. അങ്ങനെ ചാൻസ് ഇല്ല, ഒരിക്കൽ പോലും അങ്ങനെ എൻ്റെ ഓർമ്മയിലില്ല. ഓക്കെ, പറഞ്ഞാൽ പോലും അങ്ങനെ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറുള്ള സമയത്ത് എപ്പോഴും തിരക്കുകളായിരിക്കും സാറിന്. അപ്പോൾ വീട്ടിൽ വരുന്നൊരു സമയത്ത് എങ്ങനെയായിരിക്കും ഒരു ഫാമിലിയുടെ ഒപ്പം ഉള്ളൊരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൂടുതലും? അത് വളരെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ അധികം സംസാരിക്കാത്തതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഥ പറയും, നല്ല ചെറിയ ചെറിയ തമാശ കഥകളൊക്കെ പറഞ്ഞു അങ്ങനെ പോകും. വളരെയധികം ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. മെയിനായിട്ട് ഇപ്പോൾ ആ സമയത്തൊക്കെ പറഞ്ഞിരുന്ന എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ സാർ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം? ചമ്മന്തി കഥയാണ്, എപ്പോഴും ചമ്മന്തി കഥ പറയുമായിരുന്നു. ഒരു ചെറുക്കൻ കല്യാണ ശേഷം വീട്ടിൽ ചെല്ലും. അപ്പം ചെറുക്കന് ഇഷ്ടമില്ലാത്ത കാര്യം ചമ്മന്തിയാണ്, പക്ഷെ ആ വീട്ടുകാരുടെ ഏറ്റവും വലിയ വിഭവം ചമ്മന്തിയാണ്. അവരെന്തോ വലിയ ഇതായിട്ടാ. അപ്പം ഈ ചമ്മന്തി കൊടുത്തതും ചെറുക്കൻ ഈ ചോറ് വെച്ചത് മൂടി കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം ഇവർ വിചാരിച്ച് ചെറുക്കന് വീണ്ടും ഇഷ്ടപ്പെട്ടു, കൂടുതലിട്ടു. അങ്ങനെ അതിലെന്തൊക്കെയോ അർത്ഥങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് തോന്നലുണ്ട്. ഓക്കെ, അപ്പോൾ സാറ് ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യാൻ കുറേ കാര്യങ്ങൾ ഒരു മിഷൻ പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാറിന് ഇപ്പം കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹം കാണും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം ഇവിടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങിയത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്. പക്ഷെ അതിനിന്നും ഒരു ഇൻപേഷ്യൻ്റ് ഇല്ല, ഔട്ട് പേഷ്യൻ്റേ ഉള്ളൂ. അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം, പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അത് മനസ്സിൽ കണ്ടിരുന്നൊരു ആഗ്രഹമാണ്. ഇപ്പോൾ ഞായറാഴ്ചകളിൽ ഇവിടെ ഒരു ദർബാർ പോലൊരു സഭ കൂടുന്നത് അങ്ങനെ ഒരു അറിവ് എനിക്ക് ഉണ്ടായി, എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ. അപ്പം സാറ് അന്നേ ദിവസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം എന്നുള്ളൊരു സന്തോഷം. ആ ഒരു ദിവസം എനിക്കൊന്ന് ഇപ്പം പോലും ആർക്കും അത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഉമ്മൻചാണ്ടി സാറിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വീട്ടിൽ വന്നിട്ട് ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അത് തുടരാൻ സാറിന് പ്ലാൻ ഉണ്ടോ? ഉള്ളത്ര ഞായറാഴ്ച ഞാനിവിടെ ആൾക്കാരെ കാണുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും അദ്ദേഹം നിന്നപോലെ നിൽക്കുവാനുള്ള ഒരു സാഹചര്യം ചിലപ്പം ഉണ്ടാവുകയില്ല. അപ്പം അതിന് വരെ എല്ലാ ദിവസവും ഇവിടെ കാണണമെന്നുണ്ട്. ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ താമസമായിട്ടുള്ളത്. എല്ലാ പരമാവധി ദിവസങ്ങൾ ഇവിടെ ഉണ്ടാവുക, പിന്നെ പറ്റുന്ന ഞായറാഴ്ചകൾ മിക്കവാറുള്ള ഞായറാഴ്ച ഉണ്ടല്ലേ. ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു കുറേ വർഷമായിട്ടും ഇവിടെ ഇല്ലാത്തൊരു സാധനം ഒരു MLA ഓഫീസായിട്ടില്ല. അത് സാറ് പിന്തുടർന്നൊരു കാര്യമാണ്. അപ്പോൾ സാറും അങ്ങനെ തന്നെ ഒരു പ്ലാൻ? ഓഫീസ് ഇല്ല, ഇത് വീടാണല്ലോ. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്, എല്ലാവരെയും കാണാം. അപ്പം അദ്ദേഹം വീട്ടിൽ താമസിച്ചിരുന്നു, അവിടെയും അദ്ദേഹത്തെ എല്ലാവരും കാണാൻ. MLA കാണുക എന്നുള്ളതല്ലാതെ അതിനൊരു വേറൊരു വേർഡ് കൊടുക്കുന്നത് എന്താ? ഇപ്പോൾ ഓഫീസിലുള്ള എത്ര MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, ജോലി നടക്കുന്നുണ്ടെന്നല്ലേ ചോദ്യം. ഓഫീസ് ഉണ്ടോ എന്നുള്ളതല്ല, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ, വർക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. എല്ലാ MLA-മാരും ചെയ്യുന്നതോടെ ഞാനും ചെയ്യുന്നു, അവരും ചെയ്യുന്നു. അപ്പം ഇതൊക്കെ ടെക്നിക്കാലിറ്റീസ് പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. സാറിൻ്റെ ഈ ഒരു 6 മാസത്തെ ഒരു ജീവിതത്തിനിടയ്ക്ക് ഇപ്പോൾ MLA സ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ സാറ് ബേസിക്കലി ഒരു അഡ്വക്കേറ്റ് ആണ്. എപ്പോഴെങ്കിലും സാറിൻ്റെ ഉള്ളിലെ പൊളിറ്റീഷ്യനും അഡ്വക്കേറ്റും തമ്മിലൊരു സംഘർഷം ഉണ്ടാവാറുണ്ട്? ഞാനെന്നും പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് ആ ഒരു സംഘർഷം ഇല്ല. അഡ്വക്കേറ്റ് എന്ന നിലയിൽ വരാൻ എന്നും പൊളിറ്റീഷ്യനാണ്. ഞാൻ അഡ്വക്കേറ്റ് ആയിരുന്നാലും ഞാൻ പൊളിറ്റീഷ്യനാണ്.
ആണല്ലേ? അപ്പൊ അതില് ഇപ്പൊ സാറിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് സാറിന് തന്നെ തോന്നുന്നൊരു കാര്യം എന്താണ്? കാരണം എനിക്ക് ഒരു രാഷ്ട്രീയത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. മറ്റുള്ളവരാണത് പറയേണ്ടതല്ലേ? ക്വാളിറ്റി നെഗറ്റീവും രണ്ടും പറയേണ്ടത് മറ്റുള്ളവരാ. അല്ല, എന്നാലും മറ്റുള്ളവർ സാറിനോട് മെയിനായിട്ട് പറയുന്നൊരു കാര്യം എന്തായിരിക്കും? അത് ഞാൻ പറയുന്നില്ല. ഇത് എനിക്ക് സത്യമായിട്ടും ഞാൻ ഇന്റർവ്യൂ വന്നിരിക്കുമ്പോൾ തൊട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്ന കാര്യം ഇതാണ്. കാരണം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ എനിക്ക് മാറിപ്പോയാൽ സാറിൻ്റെ വായിന്ന് തഗ് ഉൾപ്പെടെ കേൾക്കേണ്ടി വരും എന്നുള്ളതായി ഇപ്പോൾ ഒരെണ്ണം കേട്ടു. സാർ ഇപ്പോൾ 6 മാസമായി, 6 മാസം തികഞ്ഞു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിന് സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പം അന്ന് എന്തായാലും ഒരു MLA സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേനും ഒരു ആശങ്ക കാണും. കാരണം അച്ഛൻ്റെ ആ ഒരു പേര് നിലനിർത്തണം, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട് അല്ലെങ്കിൽ സമാധാനമുണ്ട്? അല്ല, നമ്മുടെ ജോലി ചെയ്യാന്നുള്ളതല്ലാതെ നമുക്ക് വേറൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യം നമ്മൾ ആവുന്ന രീതിയിൽ ചെയ്യാം. അദ്ദേഹം കാണിച്ചു തന്നത് തന്നെ, അതല്ലാതെ അദ്ദേഹം എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്തതിൻ്റെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കാമെന്നുള്ളത് ഞാൻ ശ്രമിച്ചു. ആ ശ്രമത്തിൽ ജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. അപ്പം ജനങ്ങൾ ആണ് തീരുമാനിക്കേണ്ടത്. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന വിധത്തിൽ ഞാൻ നിന്നു. പക്ഷെ പരിമിതികൾ ഉണ്ട്. ഇപ്പം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ എനിക്ക് സാഹചര്യമില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറും ചാണ്ടിയും 2 വ്യക്തികളാണ്. ഇപ്പോൾ 2 പേർക്ക് 2 കാഴ്ചപ്പാടുകളുമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും സാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നന്മയാണ്. ബട്ട് എന്നിരുന്നാൽ പോലും സാറിന് എപ്പോഴെങ്കിലും സാറിൻ്റെ ചില കാഴ്ചപ്പാടുകളോടൊരു വിയോജിപ്പോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പുള്ളി നോ പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. അത് ചിലപ്പോൾ അത് ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്ന് എനിക്ക് സംശയം ഉണ്ടാകുന്നു. പക്ഷെ അദ്ദേഹം അതിന് ശരിയാണെന്നാണ് എനിക്ക് പിന്നെ ബോധ്യപ്പെട്ടത്. ഈ മരണശേഷം എനിക്ക് മനസ്സിലായി അദ്ദേഹമാണ് ശരി. അതുകൊണ്ടാണ് നോ പറയാത്തതിൻ്റെ കാരണം എന്താ, ആരൊക്കെ വരുന്നു അവരെയൊക്കെ സഹായിക്കണം. അത്ര വലിയൊരു മനസ്സ് ഉണ്ടാവുമെന്ന് വെച്ചാൽ എളുപ്പമല്ല. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഇന്നും വരുന്നതും മരണശേഷവും ഇവരുടെയൊക്കെ മനസ്സിൽ ജീവിക്കുന്നതും. അതുകൊണ്ടാണ് ആ എല്ലായിടത്തും പറയാൻ കാര്യം നടത്തി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. എനിക്കത് ഒരു പേടിയാണ്. അതേപോലെ ആവാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു പേടി. ഇപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടമല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ആ കാലത്ത് ചെയ്ത എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പം സാറ് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങൾ ഇനി ഞാനായിട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അത് നന്മയ്ക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ തീരുമാനം എടുക്കുക, അത് മാത്രമേ ഉള്ളൂ. ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സിറ്റുവേഷൻ അനുസരിച്ച് യു ഹാവ് ടു അഡാപ്റ്റ്. ലൈഫ് തന്നെ അങ്ങനെയാണ്. സിറ്റുവേഷൻ അനുസരിച്ച് ചിന്തിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. ഓക്കെ സാർ, അപ്പോൾ ഇനി പുതിയതായിട്ട് ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? അതായത് എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിൽ കാണുമല്ലോ, ഇന്നത് ചെയ്യാൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയപരമായിട്ടും അങ്ങനെ എന്തൊക്കെയാണ് മുമ്പോട്ട്? ഞാൻ വളരെ ഇതായിട്ട് തീരുമാനിച്ചത് സ്പോർട്സിൻ്റെ സെൻ്റർ ആക്കണമെന്നൊരു ആഗ്രഹം. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ പദ്ധതികൾ വിവിധ സ്ഥലങ്ങൾ ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തെ പേരിൽ തന്നെ ഒരു സ്പോർട്സ് ഫൗണ്ടേഷൻ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ 2 ടർഫ് കോർട്ടിന് തറക്കല്ലിട്ട് കഴിഞ്ഞു. ഉടനെ തന്നെ വർക്ക് തുടങ്ങും. 31 വീടുകളുടെ കൺസ്ട്രക്ഷൻ ഇവിടെ, വീടില്ലാത്ത 31 പേർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം ഒരു 53 ആക്കി കൂടണം എന്നുള്ളത്. 53 വർഷം അദ്ദേഹത്തിൻ്റെ, അത് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം, ഈ വർഷം കൊണ്ട് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ജൂലൈ 18 ആയിരിക്കില്ല. മറ്റേത് 31 വീടും ജൂലൈ 18 കൊണ്ട് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു 22 വീടുകൂടെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വീടുകൾ ചെയ്യണമെന്നൊരു ആഗ്രഹം കൂടെ ബാക്കി. കാരണം വീടില്ലാത്തവർക്ക് എത്ര ചെയ്യാൻ സാധിക്കും അത്രയും ചെയ്ത് കൊടുക്കണം. പക്ഷെ അതിനകത്തും പരിമിതികളുണ്ട്. ഇപ്പോൾ ഒരു വീടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം സാറ് തറവാട്ടിലായിരുന്നു അവസാന നിമിഷം വരെ. സ്വന്തമായിട്ട് നിങ്ങൾക്കായിട്ടൊരു ഭവനം ഉണ്ടാക്കിയിരുന്നില്ലേ? ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് തോന്നുന്നല്ലേ? ഒരു തറക്കല്ലൊക്കെ ഇട്ട്. പക്ഷെ അതിൻ്റെ പണി പോലും പൂർത്തിയാക്കിയിരുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നമ്മൾ ഒരുപാട് വിമർശനങ്ങളും ഒക്കെ കാര്യങ്ങളും പലരെ പറ്റിയും കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലയിടത്തു നിന്നും പല അഴിമതികളൊക്കെ. പക്ഷെ അങ്ങനെ ഒരു കാര്യം പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ പോലും എനിക്കൊന്ന് മരണശേഷം അത് പലരും മാറ്റി പറഞ്ഞു. അതാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സാറ് മരിച്ചതിന് ശേഷമാണ് എല്ലാവർക്കും സാറിൻ്റെ ഒരു വലിയ മനസ്സോ അല്ലെങ്കിൽ ആ ഒരു ജീവിതം മനസ്സിലായത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനൊരു സ്വന്തമായൊരു ഭവനം? അല്ല, അദ്ദേഹം ലോൺ എടുത്ത് ഒരു വീടിൻ്റെ പണി തുടങ്ങിയായിരുന്നു. പക്ഷെ അത് പില്ലറിൽ മാത്രം അവസാനിച്ചു.
ഞാനതുകൊണ്ടാണ് ആ വീട്ടിൽ അവസാന ദിവസം രാത്രി എങ്ങനെ വെക്കണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ തന്നെ പിറ്റേ ദിവസമായി. ഇപ്പോൾ ഇവിടെ കയറി അവിടെ ചെന്നപ്പോൾ തന്നെ ഉച്ചയ്ക്കായി, സന്ധ്യയായി. അവിടെ 1 മണിക്കൂർ പോലും വെച്ചെന്ന് തന്നെ 1.5 മണിക്കൂർ കൂടുതൽ വെച്ചെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അപ്പം പിന്നെ പുതുപ്പള്ളി പള്ളി വന്നു, അടക്കി. അപ്പം അതായിരിക്കും ഈശ്വര നിശ്ചയം. അതായിരിക്കും അദ്ദേഹം ഒരു 3 മാസം കൊണ്ട് തീർക്കേണ്ട വീടേ ഉള്ളൂ. പക്ഷേ ആ വീടുണ്ടാക്കിയവർ ചെറിയൊരു പാകപ്പിഴ വരുത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. അതെ, ഇതെല്ലാം ഒരു ഈശ്വര നിശ്ചയമാണെന്നാണ് ഞാനും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടി സാറിനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ സാധിച്ചു തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഒരു 1-2 വട്ടമൊക്കെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം സാറിനും ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. സാറിനെ പോലെ തന്നെ വലിയൊരു നേതാവാനും രാഷ്ട്രീയത്തിൽ ശോഭിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. ഒന്നും ലഭിച്ചില്ലേലും സ്ഥാനങ്ങളെക്കാൾ ജനങ്ങൾക്ക് ഇന്ന് തരാനുള്ള സ്നേഹം, ആ സ്നേഹം കിട്ടിയതിൽ ഏറ്റവും ഭാഗ്യവാനായ ഒരു വ്യക്തിയാണ് ഞാൻ. ആ സ്നേഹം പോകരുതെന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കൂ. അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. കാരണം അച്ഛനെ അത്രത്തോളം കേരളത്തിൻ്റെ മനസ്സിൽ എല്ലാവരും ഇപ്പോഴും ഉണ്ട് സാർ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്.